തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് ഇപ്പോൾ ധാരാളം ഭൈമീകാമുകന്മാരുണ്ട്. ശ്രീലേഖ പറയുന്നത് തനിക്ക് മേയർ സ്ഥാനം നൽകാതിരുന്നപ്പോൾ ഇനി വട്ടിയൂർക്കാവിൽ തരും എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ശ്രീലേഖയെ വഞ്ചിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. വഞ്ചിതയാകേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ അവിടെ രംഗത്ത് നിൽക്കുന്ന വട്ടിയൂർക്കാവിൽ, അതിനോടൊപ്പം കെ സുരേന്ദ്രനും വന്നിട്ടുണ്ട്. കുമ്മനവും അവിടെ മത്സരിക്കാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ് അത്രയും വിജയസാധ്യത ഉള്ളിടം തന്നെയാണല്ലേ? ഇല്ല, വട്ടിയൂർക്കാവിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബി ജെ പിയുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേക്ക്, ബി ജെ പി ജയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമെന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും കണ്ടതാണ്. കാര്യം ആദ്യം കെ മുരളീധരൻ നിന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് തന്നെ ബി ജെ പി ഒരു ഫെയർ ഇതായിരുന്നു നടന്നത്. കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ജയിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് നടന്നത്. അടുത്ത തവണ ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീമയുടെയും കൂടെ വോട്ട് മേടിച്ചിട്ടാണ് ജയിച്ചത്. കാര്യം അവിടെ സീമയും കെ മുരളീധരനും കൂടെ ചേർന്നാണ് അത്തവണ ഓപ്പറേഷൻ നടത്തി ജയിച്ചത്. അപ്പം പ്ലെയിൻ ഗ്രൗണ്ടിൽ, അതായത് ഈക്വൽ സ്റ്റാറ്റസിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി ജയിക്കൂ. അത് നിയമമണ്ഡലത്തിലായാലും ഈ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിക്കും എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണി മുകളിലോട്ട് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ നമ്മൾ കണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് അവർ മേയർ സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് കൗൺസിലർ സ്ഥാനമെല്ലാം സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനങ്ങളെല്ലാം LDFും UDFും കൂടെ പരസ്യമായിട്ട് വീതം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് മുമ്പ് നമുക്കറിയാം പലതവണയും CPM ഭരിച്ചത് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല. അപ്പോഴും കോൺഗ്രസും CPMും തമ്മിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനങ്ങൾ വീതം വെച്ചുകൊണ്ട് BJP ഒഴിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കകാലം തൊട്ടേ അവരെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത രാജ്യത്ത് പൊതുവേ നമ്മൾ കണ്ടു തുടങ്ങിയാണ്. ആദ്യം BJPയുടെ ജനനം തന്നെ 2 മന്ത്രിമാരെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ മൊറാർജി ദേശായി ആവശ്യപ്പെട്ടത് കൊണ്ടാണല്ലോ BJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി തന്നെ ഉണ്ടായത്. അന്ന് അദ്വാനിയും വാജ്പേയിയും രാജിവെക്കേണ്ടി വന്നത് അവർ RSS ശാഖയിൽ പോകുന്നു എന്നുള്ള കുറ്റം കൊണ്ടാണ് അവരടുത്ത് രാജിവെക്കാൻ പറഞ്ഞത്. അപ്പോൾ അവർ രാജിവെക്കുകയും ചെയ്തു, അവരൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ആ RSSും ആ BJPയാണ് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ BJP എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ ഉപയോഗിച്ചിരിക്കുന്ന, അതിനകത്ത് കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഹ്യൂമിലിയേഷൻ എന്നുള്ള വാക്കാണ്. അതായത് അവർക്ക് അർഹതപ്പെട്ടതുപോലും കിട്ടാൻ സാധിക്കാത്ത ഒരു രീതിയിൽ അവരെ കഷ്ടപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഹ്യൂമിലിയേഷനാണ്. അത് BJPയുടെ ജനനം തൊട്ടേ അവർക്കുണ്ടായ ഒരു കുഴപ്പമാണ്. അവർക്ക് അതുകൊണ്ട് ഒരു പുതിയ കാര്യമില്ല. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു ഭരണം പിടിച്ചത് തന്നെ അതിന് 40 വർഷത്തെ സമരം അവർക്ക് വേണ്ടി വന്നു. പക്ഷേ അത് അൾട്ടിമേറ്റായിട്ട് ജയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. 77 ആ ഒരു ഹ്യൂമിലിയേഷൻ കൊണ്ട് അവർ ഇറങ്ങിയതിന് ശേഷമാണ് 37 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇന്ത്യയുടെ ഭരണം ഒറ്റയ്ക്ക് പിടിക്കേണ്ടി വരുന്നത്. 99 അവർ ഭരിച്ചെങ്കിലും സഖ്യകക്ഷിയായിട്ടാണ് വന്നത്. അതിനുശേഷം അവർ ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. അപ്പോൾ ഈ ഹ്യൂമിലിയേഷനൊക്കെ അതൊക്കെ അതിനകത്തൊരു ഊർജ്ജമായിട്ട് കണ്ടെടുത്ത് വളർന്ന ഒരു രീതിയാണ് BJP കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇവർ രണ്ടുപേരും ചേർന്ന് BJPയെ തോൽപ്പിക്കാനുള്ള സകല തന്ത്രങ്ങളും പയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാര്യം മുരളീധരൻ രണ്ടാമത് ജയിക്കുന്ന സമയത്ത് ആ മണ്ഡലങ്ങളിൽ പലപ്പോഴും ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ബൂത്തിലിരിക്കാൻ CPMന് ആടില്ലായിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം അത് CPM ചേർന്നുള്ള. മുരളീധരൻ അവിടെ വലിയൊരു ഒരു സ്ഥാനം ഉറപ്പിച്ചതാണ്. ഇല്ല, രണ്ടാമത്തെ തവണ അദ്ദേഹം തോക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് സമ്മതിച്ച ഒരു കാര്യമാണല്ലോ. TN സീമയുമായിട്ട് സംസാരിച്ച് അവരെ വോട്ട് മേടിച്ചിട്ട് തന്നെയാണ്, CPMുമായിട്ട് ഒരു ഓപ്പൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് അദ്ദേഹം രണ്ടാമത് കുമ്മനത്തെ തോപ്പിക്കാൻ വേണ്ടി. അപ്പം കുമ്മനം ജയിക്കുമെന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ആ സമയത്ത് ഞാൻ കുമ്മനത്തിന് വേണ്ടിയിട്ട് ആ മണ്ഡലങ്ങൾ, ബൂത്തുകൾ തലേദിവസം വിസിറ്റ് ചെയ്തതാണ്. നോക്കുമ്പോൾ ഒരു ബൂത്തിലും CPMൻ്റെ കുന്നുകുഴി വാർഡിൽ പോലും ഒരു തയ്യാറെടുപ്പും CPMനില്ലായിരുന്നു. അപ്പോൾ അപ്പോഴേ നമുക്ക് മണക്കാം എന്താ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ മണത്തത് 2 വർഷത്തിന് ശേഷം മുരളീധരൻ സമ്മതിച്ചു ഞാൻ TN സീമയിൽ നിന്ന് സീറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കച്ചവടം ഇവർക്ക് തമ്മിൽ ആകുകയും, എന്നിട്ട് എപ്പോഴും പറയുന്നത് കോൺഗ്രസും BJPയായിട്ട് അൺഹോളി നെക്സസ് ആണെന്ന് ഇവർ പറയുകയും ചെയ്യും.
പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് BJP ജയിക്കുന്ന ഒരു ഘട്ടം വരെ മാത്രമേ ഇവർ രണ്ട് മുന്നണിയായിട്ട് നിൽക്കുകയുള്ളൂ. BJP ജയിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി പുറത്തോട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. നമ്മളെ ശൂർപ്പണഖ ലളിതയായിട്ട് വന്നിട്ട് പിന്നീട് ശൂർപ്പണഖയായിട്ട് മാറുന്ന ഒരു രീതിയുണ്ടല്ലോ. ഈ ശൂർപ്പണഖ ഇപ്പോൾ ലളിതയായിട്ടാണ് നിൽക്കുന്നത്. ജയിക്കുമെന്ന് കാണുമ്പോഴത്തേക്ക് ശൂർപ്പണഖയുടെ തനി സ്വഭാവവും ദ്രംഷ്ടകളും ഒക്കെ പുറത്തോട്ട് വരും. അത് നേമത്തും വരാം, വട്ടിയൂർക്കാവിലും വരാം, BJP ജയിക്കുന്ന ഏത് മണ്ഡലത്തിലും വരാം. നോക്കിക്കൊള്ളണം, അടുത്ത തവണ ഇപ്പം സുരേഷ് ഗോപിക്കെതിരായിട്ട് ശക്തമായ ഒരു സ്ഥാനാർത്ഥി, ഏതെങ്കിലും ഒരു മുന്നണി ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തത്തില്ല. ഒരു മുന്നണി ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താത്ത വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. അതിന് മുമ്പ് നേമത്ത് മുമ്പ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ചാരുവാറ രവി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJP ജയിപ്പിക്കാനല്ല, CPM ജയിപ്പിക്കാനാണ്. പക്ഷേ CPM ആ സമയത്ത് ആ വോട്ട് ക്യാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ അവരൊരു മിസ്റ്റേക്കിലാണ് അന്ന് കുമ്മനം ജയിക്കുന്നത്. ഇപ്പോഴും ഈ മണ്ഡലങ്ങൾ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ അവർ ഘടകകക്ഷികൾക്കും കൊടുക്കും. അവർ വർക്ക് ചെയ്തില്ല, അവർക്ക് ആളില്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ പറ്റിയില്ല എന്ന് പറയും. ഇപ്പം നേമം സീറ്റ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവർക്കൊരു സീറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ കേരള കോൺഗ്രസ്, നമ്മുടെ ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കേ പറ്റുള്ളൂ. അല്ല, CPM ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഇല്ലാതായി കഴിയില്ല. അതുപോലെയുള്ള നേരത്തെ ചാരുവാറ രവി അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ വളരെ നിസ്സാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു സീറ്റും കൊടുക്കും. എന്നിട്ട് പറയും ഞങ്ങൾ ഘടകകക്ഷി ആയതുകൊണ്ട് കൊടുത്തെന്ന് പറയും. ന്യായം അതാണ്, ഞങ്ങൾ ഘടകകക്ഷി ആയതുകൊണ്ട് കൊടുത്തു. പക്ഷേ ഈ ഘടകകക്ഷി ആകുമ്പോൾ കൊടുക്കുന്നതിൻ്റെ കാരണം BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയിലായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ വട്ടിയൂർക്കാവിനകത്ത് ഈ K. സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് വന്ന് തലവെക്കുന്നത്? ഇദ്ദേഹത്തിന് ജയസാധ്യതയുള്ള പലയിടങ്ങളിലുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ മഞ്ചേശ്വരത്തും കോന്നിയിലും കൂടി ഒന്നിച്ച് മത്സരിക്കുന്നു, ഹെലികോപ്റ്ററിൽ തെക്ക് വടക്ക് നടക്കുന്നു. ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്തിരുന്നെങ്കിൽ അന്നേ ജയിക്കാമായിരുന്നു. ഇപ്പം ഞാൻ ചോദിച്ചു, വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാരൻ 2 വർഷമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം ശ്രീലേഖയും കൂടെ അവിടെ സാധ്യത തെളിയുന്നുണ്ട്. അവർ രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾക്കാകട്ടെ, പിന്നെന്തിനാ ഈ സുരേന്ദ്രൻ വന്ന് തലയെടുത്തത്? ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ശകലമെങ്കിലും ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നേമം വിട്ടിട്ട് അദ്ദേഹം വട്ടിയൂർക്കാവിൽ വരുമെന്നാണ് എനിക്കുള്ള ശുഭപ്രതീക്ഷ. കാര്യം നേമം മണ്ഡലം എപ്പോഴും അവസാന നിമിഷം ഭീമാപ്പള്ളി എന്നുള്ള വോട്ട് മറിയുമ്പോൾ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് തോറ്റിരിക്കും. കാര്യം ഭീമാപ്പള്ളിയിലെ വോട്ട് വച്ചയ്ക്കുന്നത് തന്നെ BJP സ്ഥാനാർത്ഥി ജയിക്കുമെങ്കിൽ അവരെ തോൽപ്പിക്കാനാണ് എപ്പോഴും ഭീമാപ്പള്ളിയിലെ വോട്ട് വച്ചേക്കുന്നത്. അതിനകത്ത് നമ്മൾ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. കൃത്യമായിട്ട് ആ വോട്ട് കംപ്ലീറ്റ് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് വീഴ്ന്നിരിക്കും. കേരളത്തിൻ്റെ ഗുജറാത്ത് എന്നൊക്കെയാണല്ലോ വിശേഷണം, അല്ലേ? ഏതാ നിയമമായി? അല്ല, നേമത്ത് ഞാൻ പറഞ്ഞില്ലേ, നേമത്ത് അന്ന് അവർക്ക് കിട്ടിയത് ചാരുവാറ രവി എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കിട്ടിയത്. അന്ന് ശക്തനാണ് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുമ്മനം ജയിക്കില്ലായിരുന്നു. ചാരുവാറ രവിക്ക് രാജഗോപാൽ അത് ജയിക്കത്തില്ല, രാജഗോപാൽ ജയിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ ചാരുവാറ രവി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിക്ക് അവർക്ക് അവിടെ ബൂത്തിലല്ല, ഒരു മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. ചാരുവാറ രവിക്ക് അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരാൾക്ക് അവിടെ സീറ്റ് കൊടുത്തത് തന്നെ അവിടെ CPM ജയിപ്പിക്കാനാണ്. CPM ജയിക്കാൻ പറ്റാത്തത് കൊണ്ടും CPM വോട്ട് ചെയ്യാൻ വിമുഖതയുള്ളവർ രാജഗോപാലിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ് നേമം ജയിച്ചത്. അല്ലാതെ ഏതോ കാവറക്കയിൽ പറഞ്ഞ മാതിരി നേമം ഞങ്ങളുടെ ഗുജറാത്തൊന്നും അല്ല. അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നാലാണ് രാജീവ് ചന്ദ്രശേഖരന് ജയസാധ്യത എന്നാണോ പറയുന്നത്? വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് ജയസാധ്യതയുണ്ട്. നേമത്ത് ഒരു ജയസാധ്യത ഇല്ലാത്തൊരു സീറ്റ് അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹത്തിന് ചില ഉപജാപക വൃന്ദങ്ങളുണ്ട്, ഉപദേശക വൃന്ദങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദങ്ങളാണ് അദ്ദേഹത്തെ നിർത്തി തോൽപ്പിക്കാനും അത് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാര്യം അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റത്തില്ല. ജയസാധ്യത ഇല്ലെങ്കിൽ ഈ ബാക്കി 140 മണ്ഡലങ്ങളിലെയും 139 മണ്ഡലങ്ങളും പ്രഖ്യാപിക്കാതെ നേമം മാത്രം ആദ്യം അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ? അദ്ദേഹത്തെ ബലി കൊടുക്കാനാണ് BJP തീരുമാനിക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നേമം മണ്ഡലത്തിൻ്റെ ആ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, രാജഗോപാൽ മത്സരിച്ച കാലം തൊട്ട് ഈ കഴിഞ്ഞ 30 വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ മത്സരിക്കുകയാണെങ്കിൽ എപ്പോഴും നിർണായകമായിട്ട്, കാര്യം ഈ നേമം മണ്ഡലമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ നേമം മണ്ഡലത്തിൽ കൊണ്ടുവന്നത് തന്നെ അവിടെ RSSൻ്റെ കേന്ദ്രമായതുകൊണ്ട് മാത്രമാണ്. ഇത് ബാലൻസ് ചെയ്യാനാണ് അവർ ഭീമാപ്പള്ളി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ട് ഈ ഭീമാപ്പള്ളി നിയമമായിട്ട് ഒരു ബന്ധവുമില്ല. വെസ്റ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് MV രാഘവനും ഒക്കെ MM ഹസനും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് കിടന്ന ഭീമാപ്പള്ളിയെ നിയമമായിട്ട് ബന്ധപ്പെടുത്താൻ, സത്യം പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് നിയമത്തേക്ക് ഒരു റോഡ് പോലും ഇല്ല. അത്രയും ജിയോഗ്രഫിക്കലായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളാണ്. കാര്യം CPM പണ്ട് തൊട്ടേ അവർ ആസൂത്രണം ചെയ്യുന്നത് മണ്ഡല പുനർനിർണയത്തിലാണ് അവരുടെ കളി എപ്പോഴും നടക്കുന്നത്.
അവർ മണ്ഡലങ്ങൾ, അത് കോർപ്പറേഷനിലായാലും ശരി, നിയമസഭയിലായാലും ശരി, പാർലമെൻറ്റിൽ നടക്കത്തില്ല, നിയമസഭയിലായാലും ശരി, നിയമസഭയിലായാലും ശരി, ഈ കോർപ്പറേഷനുകളിലായാലും ശരി, പഞ്ചായത്തുകളിലായാലും ശരി, ഈ പഞ്ചായത്തുകളെ ലയിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോർപ്പറേഷൻ പിടിക്കാനാണ് അവർ പഞ്ചായത്തുകളെ കോർപ്പറേഷനിലോട്ട്, അവർക്ക് ശക്തിയുള്ള പഞ്ചായത്തുകളെ കോർപ്പറേഷനിലോട്ട് ലയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോർപ്പറേഷൻ ഭരണം പിടിക്കാനായിരുന്നു അവർ ചെയ്തത്. ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും പ്രാന്തപ്രദേശത്താണ് CPM കൂടുതൽ സീറ്റുകൾ നേടുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർ നേരത്തെ ചെയ്തു വയ്ക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് നിയമം. അവിടെ കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീർന്നു എന്ന് നമ്മൾ കണക്കായിക്കൊണ്ടാണ്. അപ്പം വട്ടിയൂർക്കാവിൽ ഇദ്ദേഹം വരുന്ന കാരണം ഇദ്ദേഹം വട്ടിയൂർക്കാവിലോട്ട് മാറാതിരിക്കാൻ വേണ്ടി, അതാണ് ഈ 140 സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രം ആദ്യം BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച കാര്യം തന്നെ പിന്നീട് ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. അവർക്കിത് ജയസാധ്യത ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ, ഇപ്പോൾ കനകോലുവിനെ പോലുള്ളവരെ അഡ്വൈസ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നുണ്ട്. CPM-ൻ്റെ അകത്ത് തന്നെ ഒരുപാട് ബുദ്ധി രാക്ഷസന്മാർ തന്നെയുണ്ട്. അപ്പോൾ അവർ ഓരോ മണ്ഡലവും ഓരോ ബൂത്തും അവർക്ക് എല്ലാവർക്കും കൈ പിടിക്കാത്തതാണ്. പക്ഷേ BJP ഇതൊന്നും വേണ്ട, ഇവർ മാധ്യമ റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പം, അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റഡി ചെയ്യാതെ, ഒരു സർവേ നടത്താതെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായൊരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കും ഒരു ചാൻസ് ഉണ്ട്. കാര്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരുന്ന കേശവദാസ് പട്ടം തൊട്ട് നാലാഞ്ചിറ വരെയുള്ള നല്ലൊരു ബെൽറ്റുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഒരു 10-30,000-ഓളം ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ ഉണ്ട്. അത് നിർണായകമായ വോട്ടുകളാണ്. അതെപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോവുകയും ചെയ്യും. കെ മുരളീധരൻ മത്സരിച്ചപ്പോഴത്തേക്ക് ആദ്യം കെ മുരളീധരൻ്റെ പേര് വന്നപ്പോൾ ആദ്യം അദ്ദേഹം പോയത് പട്ടം പാലസിലോട്ടാണ് പോയത്, ബിഷപ്പ് ഹൗസിലോട്ടാണ് പോയത്. കാര്യം ആ വോട്ടുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും പേടിയുണ്ടായിരുന്ന വോട്ടുകൾ. അത് ആദ്യമേ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ശശി തരൂരിന് മിക്കപ്പോഴും കിട്ടുന്ന വോട്ടുകൾ, ഈ ഒരു ബെൽറ്റിലെ വോട്ട് അദ്ദേഹത്തിന് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം വട്ടിയൂർക്കാവ് മണ്ഡലം എടുക്കുമ്പോഴത്തേക്ക് അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്ന ഒരു മണ്ഡലമാണ്. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് നമ്മൾ സാമുദായികമായിട്ട് പോലും ഒരു ബാലൻസിങ് ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആർക്കും പ്രത്യേകിച്ച് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവായാലും നിയമമായാലും തിരുവനന്തപുരത്ത് ഏത് മണ്ഡലം എടുക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് പഠിച്ച് എടുത്തില്ലെങ്കിൽ BJPക്ക് പണി കിട്ടും. തൃപ്പൂണിത്തുറ മോഡൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കളിയാക്കിയ ഒരു മുന്നണിയുണ്ട്, കോലീബി എന്നും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ബേപ്പൂരിലും തുടങ്ങി, ബേപ്പൂരിൽ. അപ്പോൾ ഈ കോലീബി എന്ന് പറയുന്ന അതിൽ ഇപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും വരാം. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തൃപ്പൂണിത്തുറ പുറത്തു വന്നത് തിരുവനന്തപുരം നഗരസഭയിൽ വർഷങ്ങളായിട്ട് നടന്നു വന്നത് കോൺഗ്രസും CPM-ഉമായിട്ടുള്ള അധികാര വിഭജനമാണ്. അപ്പോൾ അതുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാ മുന്നണികൾക്കും പണി കിട്ടുന്ന മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങൾ എല്ലാം. നിയമമായാലും ശരി തന്നെ. ഇപ്പം മുരളീധരനൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സാധ്യത എവിടെയുണ്ട്. ചിലപ്പം വട്ടിയൂർക്കാവിൽ പത്മജയെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറിയെന്ന് വരും. കാര്യം മുരളീധരനുള്ള ഒരു സ്വാധീനവും സ്വാതന്ത്ര്യമൊക്കെ പത്മജയ്ക്കും അവിടെ വട്ടിയൂർക്കാവിൽ ഉള്ളതാണ്. മാത്രമല്ല BJPയുടെ ഒരു പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവരെയൊക്കെ കാലം കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ചിലപ്പോൾ പത്മജ ആയിരിക്കും. ചിലപ്പോൾ ചേട്ടനും അനിയത്തിയും തമ്മിൽ മത്സരിക്കുന്ന ഒരു കൗതുകവും ചിലപ്പം രാഷ്ട്രീയത്തിലുണ്ടായെന്ന് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.